എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? കോഴിമുട്ട തിളയ്ക്കുമ്പോൾ പൊട്ടാതിരിക്കാനാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ, അതിങ്ങനെ പൊട്ടിയിട്ട് അതിങ്ങനെ പത വരുന്നുണ്ടാവും. ഇങ്ങനെ എണ്ണി അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിമുട്ട ഉടയില്ല കേട്ടോ. വൃത്തിയായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും കോഴിമുട്ട വെന്ത് കിട്ടും. അതുപോലെ നമുക്ക് 2 ഉരുളൻകിഴങ്ങ് തോല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതാ കോഴിമുട്ടയൊക്കെ ഇവിടെ വേവിച്ചിട്ട് ഞാൻ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മുട്ടക്കറി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ 2 കഷ്ണം പട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞിട്ട് കൊടുക്കുക. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കണം. എരിവനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളകിൻ്റെ എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിടക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കറുവപ്പട്ട ചെറിയൊരു കഷ്ണേ വേണ്ടു കേട്ടോ. നല്ലൊരു മണം വരാനാണ് കറിക്ക്. അപ്പോൾ ഉള്ളി നന്നായി വാടി വരുമ്പോൾ ഒരു തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി, അധികം പുളി ആകരുത് മുട്ടക്കറി. പച്ച തക്കാളിയാണെങ്കിൽ കറിക്ക് കുറച്ച് പുളി വരും. അപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം. അപ്പോൾ ഉള്ളിയും തക്കാളിയും വാടി വന്നിട്ട് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കണം. ഈ കാശ്മീരി മുളക് പൊടി ഇടുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവ് വേണ്ടാന്നുള്ളവർക്ക് 2 സ്പൂണും നമുക്ക് ആ കാശ്മീരിയുടെ മുളക് പൊടി തന്നെ ഇടാം കേട്ടോ. എരിവുള്ളത് ഇടണമെന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് അതിൽ ചേർത്തതുകൊണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഉപ്പിൻ്റെ അളവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൽ ഗ്രേവി തിളച്ച് വരുമ്പോൾ നമ്മൾ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി കൈകൊണ്ട് ഉടച്ച് കൊടുത്താൽ, ഒരു പേസ്റ്റ് പോലെ ആക്കരുത്, എന്നാലും കൈകൊണ്ട് അങ്ങനെ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി വെന്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് ചൂടാറിയതിന് ശേഷം ഉടച്ചിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. നല്ല തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1/2 മുറി നാളികേരം ഒന്ന് ചിരവിയിട്ടുണ്ട് അരച്ചെടുക്കണം. ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവി. ഇനി അതിലേക്ക് പൊഴിഞ്ഞ് വെച്ചിരിക്കുന്ന കോഴിമുട്ട മുറിച്ചിട്ടോ അതുപോലെ ഫുള്ളായിട്ടോ എങ്ങനെ വേണം ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നന്നായി ഒന്ന് തിളയ്ക്കണം. കോഴിമുട്ട ഉള്ളിലേക്കൊക്കെ കുറച്ച് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. കറിവേപ്പിൻ്റെ ഇല മല്ലിത്തല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കോഴിമുട്ടയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നാളികേരം ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കുറച്ച് കമ്മിക്ക് വെക്കണം. നല്ലോണം അങ്ങനെ തിളപ്പിക്കരുത്. കൂടുതൽ ഇങ്ങനെ ഒരുപാട് തിളച്ച് പൊന്തരുത്. നാളികേരപ്പാലൊക്കെയാണ് ഒഴിക്കുന്നത് വെച്ച് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറിയൊരു തിളയോട് കൂടിയിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പണിയില്ല. അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ്. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലേ വീഡിയോ കയറി വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. കറി കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറിയുടെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ഏതിൻ്റെ കൂടെ വേണം കഴിക്കുക. ദോശയുടെ, ഇഡ്ഡലിയുടെ, ചപ്പാത്തിയുടെ, ചോറിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.